ഗോവിന്ദ്, 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 ഞാൻ എവിടെയാ? ഗോവിന്ദ് ഇപ്പോ ഹോസ്പിറ്റലിലാ. ഗോവിന്ദിന് ഒന്നും സംഭവിച്ചിട്ടില്ല. എല്ലാവരും പുറത്തുണ്ട്. ഗോവിന്ദ്, റിലാക്സ്. ആക്സിഡന്റിൽ സംഭവിച്ച ബോധക്കേട് മാത്രമേ ഗോവിന്ദിനുള്ളൂ. എങ്കിലും ഒന്നുകൂടെ സ്കാൻ ചെയ്യാനുണ്ട്. സമാധാനത്തോടെ കിടക്കൂ. ശരി. ഡോക്ടർ, എന്റെ മോനെ എനിക്കൊന്ന് കാണണം. ഇനി പേടിക്കാനൊന്നുമില്ല. ഗോവിന്ദ് കണ്ണുറന്നു, സംസാരിക്കുകയും ചെയ്തു. ഡ്രസ്സിങ് കഴിയുമ്പോൾ നിങ്ങൾക്ക് മോനെ കാണാം. മറ്റെന്തെങ്കിലും പ്രശ്നമുണ്ടോ ഡോക്ടർ? കുറച്ച് മുറിവുകൾ മാത്രമേ ഉള്ളൂ. ആഴത്തിലുള്ള മുറിവുകളൊന്നുമില്ല. ഇന്റേണൽ ബ്ലീഡിങ്ങും സംഭവിച്ചിട്ടില്ല. തലയിലെ സ്കാനിങ്ങിലെ പ്രശ്നങ്ങളൊന്നും കാണുന്നുമില്ല. സംഭവ സ്ഥലത്ത് വെച്ച് അൺകോൺഷ്യസ് ആയതാണ് എല്ലാവരെയും പേടിപ്പിച്ചു കളഞ്ഞത്. നിങ്ങൾ ധൈര്യമായിട്ടിരിക്കൂ. ദൈവസഹായം വേണ്ടുവോളമുണ്ട്. അമ്മേ, സഞ്ജു, ഡോക്ടർക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? അവൻ കണ്ണു തുറന്നു മോളെ. നീ ഇനി പേടിക്കണ്ട. ഇനി പേടിക്കാനൊന്നുമില്ലെന്നാ ഡോക്ടർ പറഞ്ഞിട്ട് പോയത്. ആ ഇടിയണ്ടപ്പോഴേ അവൻ ഉണ്ടാവില്ല എന്ന് തന്നെയാ ഞാൻ കരുതിയത്. അമ്മേ, അമ്മ അകത്ത് കയറി കണ്ടോ? ഇല്ല. അമ്മ അകത്ത് കയറി കാണുമ്പോ ഈ പ്രസാദ് അദ്ദേഹത്തിന് തൊട്ടുകൊടുക്കണം. ഒരാൾക്ക് അകത്തോട്ട് കയറാം. മോള് കൂടി വരൂ. വേണ്ട, ഒരാള് മതി. അവൻ കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടിയാ. ശരി, വരൂ. വാ മോളെ. കൃത്യസമയത്ത് തന്നെ ലച്ചു എത്തി. അവൾ ആ നിമിഷം മുതലേ തുടങ്ങിയ പൂജയാ. മോനെ, മോനെ, ഒന്നുമില്ലമ്മേ, ഇത് ജീവിതത്തിൽ എല്ലാവർക്കും സംഭവിക്കുന്ന കാര്യമല്ലേ. അങ്ങനെ കണ്ടാൽ മതി. പേടിക്കണ്ട ലച്ചു, ഞാനിങ്ങനെ കിടക്കുന്നേ ഉള്ളൂ. എപ്പോൾ വേണമെങ്കിലും എഴുന്നേറ്റ് വീട്ടിൽ പോവാം. നീ തന്നെ ഇത് അവന്റെ നെറ്റിയിൽ തൊട്ട് കൊടുക്കും മോളെ. എന്താ? നിനക്ക് വേണ്ടി ഇവൾ നടത്തിയ പൂജയുടെ പ്രസാദവാ. ദാ മോളെ, നീ തൊട്ടോളൂ. വാ. വാ. അമ്മ ഇരിക്കട്ടെ. ഇരിക്കുന്നേ. അവിടെ ഇരുന്നു. കറി ഒഴിക്കട്ടെ? മതി. സുനന്ദ വന്നോ? വളമട്ടെ? മതി മതി, ഒന്ന് മതി. രണ്ടെണ്ണം മതി. അത്രയും മതിയോ മോളെ? യോ, മതി മതി മതി, ഒരെണ്ണം മതി. കഴിച്ചു കഴിഞ്ഞിട്ട് എടുത്തോളാം. ശരി മാഡം. ദേ സുനന്ദേ,
ഞാൻ നിന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാ. എന്നെ ചേച്ചിന്നോ അമ്മേന്നോ ഒക്കെ വിളിച്ചാ മതി. ശരി മാഡം. ഏ അല്ല ചേച്ചി. ഞങ്ങളൊക്കെ നിന്നെ പോലെ സാധാരണ മനുഷ്യര് തന്നെയാ. അതുകൊണ്ട് അതിവിനയൊന്നും വേണ്ട. ശരി ചേച്ചി. വെള്ളം ഒഴിച്ചു. എന്താ മോളെ? അത് ഒന്നുമില്ല അമ്മ. എന്നാ കഴിക്ക്. എന്താ മോളെ? എന്തു പറ്റി? ഓക്കാനിക്കാൻ വരുന്നോ? അയ്യോ മോളെ, മോളെ സാരമില്ല മോളെ, സാരമില്ലേ. വാ, ഇപ്പൊ മാറിയോ? വാ, ഇനി വന്ന് കഴിക്ക. ഒരിക്കൽ ഇരുന്നു. വെള്ളം വേണോ? ടെൻഷൻ അടിക്കണ്ട. പ്രഗ്നൻസിയുടെ ആദ്യ സമയങ്ങളിൽ ഇതൊക്കെ സ്വാഭാവികമല്ലേ. ടേസ്റ്റ് ഒന്നും പിടിക്കില്ല. ഇനിയിപ്പോ ഉടനെ ഒന്നും കഴിക്കണ്ട. അമ്മ കുടിക്കാൻ ജ്യൂസ് എടുക്കട്ടെ? എനിക്കിപ്പോ ഒന്നും വേണ്ട അമ്മ. ദേ, ഒന്നും കഴിക്കാതിരുന്നാ പറ്റില്ല. വയറ്റിലൊരു കുഞ്ഞുള്ളതാ, അത് നീ മറക്കരുത്. ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? സുനന്ദയോട് ഒരു ചൂട് ലെമൺ ടീ എടുക്കാൻ പറയട്ടെ? അത് മതി അമ്മ. സുനന്ദേ, മോൾക്കൊരു ലെമൺ ടീ എടുത്തേ. ആ ശരി ചേച്ചി. ആ, ഛർദിക്കാൻ വരുന്നുണ്ടോ? കിടക്കണോ? അല്ല, സഞ്ജനമോള് വരില്ലെന്ന് തന്നെയാണോ? ഞാൻ ഇതിൽ കൂടുതൽ എന്ത് പറയാനാ നമ്പീശ? ഡാഡിയുടെ അടുത്തേക്ക് പോവാൻ പറഞ്ഞിട്ട് അവൾ അതിനും തയ്യാറാവുന്നില്ല. എന്നോടുള്ള പ്രതികാരം തീർക്കുക അവള്. അവക്ക് വേണ്ടി ഞാൻ എന്തൊക്കെ ചെയ്തു. മംഗലശ്ശേരിക്കാരോടുള്ള ശത്രുത പോലും വേണ്ടെന്ന് വെച്ച് സഞ്ജുവുമായിട്ടുള്ള അവളുടെ വിവാഹം നടത്തി കൊടുക്കാൻ പോലും ഞാൻ മനസ്സ് കാണിച്ചില്ലേ? മകൾക്ക് അമ്മയെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അമ്മയെ പിന്നെ ആര് മനസ്സിലാക്കാനാ? അല്ല, എന്താ ഇപ്പൊ സഞ്ജനമോള് പറയുന്നത്? സ്വാതി ഒരു കുഞ്ഞിന്റെ അമ്മയാകാൻ പോകുന്ന വിവരം മല്ലിക പറഞ്ഞ് അവൾ അറിഞ്ഞിരുന്നു. അതവക്ക് സഹിക്കാൻ കഴിയുന്ന കാര്യമല്ല. മല്ലിക ഇടയ്ക്ക് നന്നായിട്ട് കളിക്കുന്നുണ്ട്. മോളെ മമ്മിക്കെതിരെ തിരിച്ചുവിടുന്നതിലെ മല്ലികയ്ക്ക് നല്ലൊരു പങ്കുണ്ട്. ഞാനത് മനസ്സിലാക്കിയതാ നമ്പീശ. എന്റെ മുന്നിൽ മല്ലിക ചോദ്യങ്ങളും ആവർത്തിച്ചു കഴിഞ്ഞു. അതിനവൾക്ക് സ്വാതന്ത്ര്യം കൊടുത്തത് ആരായാലും അധിക ദൂരം ഞാനത് വെച്ചു പൊറപ്പിക്കില്ല. ആയ മമ്മി ആവണ്ട. മല്ലികയെ ഞാൻ കയറ്റിവിട്ടത് അതുകൊണ്ട്. എന്നെ ചോദ്യം ചെയ്യാൻ ധൈര്യം കാണിച്ചവൾ ഇനി ഇവിടെ വേണ്ട. അത് നന്നായി. സഞ്ജന ഒന്നുകിൽ ഡാഡിയുടെ അടുത്തേക്ക് പോണം, അല്ലെങ്കിൽ അവൾ ഇങ്ങോട്ട് വരണം. അതിനൊരു വഴി എനിക്ക് കാണണം. ഞാൻ മനസ്സിലാക്കിയത് മോള് വർമ്മസാറിന്റെ അടുത്തേക്ക് ഉടനെങ്ങും പോയില്ലെന്നാ. സഞ്ജുവിൽ ചുറ്റിപ്പറ്റി നിൽക്കുക ഇപ്പോഴും അവളുടെ മനസ്സ്. അവൾ തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ മമ്മി അവക്കൊരു സന്തോഷ വാർത്ത സമ്മാനിക്കണം. അതിനെന്ത് വേണമെന്ന് ആലോചിച്ചു നോക്കാം. വർമ്മ സാറാ, എടുക്ക. ഹലോ,
എപ്പോഴാണ് ഇവിടുന്ന് പോകേണ്ടി വരുന്നതെന്ന് അറിയില്ല. അതിനു മുൻപ് കളർ ഒന്നുകൂടി മെച്ചപ്പെടുത്തണം. എനിക്കും വേണ്ടേ കുറച്ച് ഗ്ലാമറൊക്കെ. ഇതാ പിശാചാണല്ലോ ദക്ഷ. ഇവർക്ക് വേറെ പണിയൊന്നുമില്ലേ? എന്താ മാഡം? നീ അവിടെ നിൽക്കുന്നത് സുഖിക്കാനല്ലെന്ന് അറിയാലോ. ദൈവമേ, പാലിൽ കുങ്കുമ പോയിട്ട് കുടിച്ചത് ആ പിശാച് അറിഞ്ഞോ? മാഡം എന്താ അങ്ങനെ ചോദിച്ചത്? ഇത്രയും ദിവസമായിട്ടും നിനക്ക് സ്വാതിയുടെ ഗർഭം കലക്കാൻ അവസരം കിട്ടിയില്ലല്ലേ? ഞാനത് മറന്നെന്നാണോ മാഡം കരുതുന്നത്? ഞാൻ എന്ത് ചെയ്യാൻ തുടങ്ങിയാലും അവിടേക്ക് ആ പെണ്ണ് കയറി വരും. ലച്ചുവിനെ കൊണ്ട് ഒരു നിവൃത്തിയില്ല. ഒന്നില്ലെങ്കിൽ ഞാൻ അവളെ കൊന്നിട്ട് ഇവിടുന്ന് പോകും. അവളെ നിനക്കൊരു ചുക്കും ചെയ്യാനാവില്ല. നീ ഞാൻ പറഞ്ഞതുപോലെ ചെയ്യ. എത്രയും വേഗം സ്വാതി അബോട്ടായി എന്നുള്ള വാർത്ത എന്റെ കാതിൽ കേൾക്കണം. പറഞ്ഞത് കേട്ടല്ലോ? കേട്ടു മാഡം. അതുടനെ സംഭവിക്കും. ചില പദ്ധതികൾ ഞാൻ പ്ലാൻ ചെയ്തു കഴിഞ്ഞു. പ്ലാൻ ചെയ്ത് മനസ്സിൽ വെച്ചാ പോരാ, അത് നടപ്പിലാക്കിയിട്ട് എന്നെ വിളിക്കണം. ഞാൻ ആരാണെന്ന് ശരിക്കും ദക്ഷയ്ക്ക് അറിയില്ല. അവളുടെ ഒരു കൽപ്പന, അതും ഈ സുനന്ദയോട്. ഇവിടെ വേറൊരു ഗർഭിണി കൂടെ ഉണ്ടല്ലോ. സുനന്ദയോ? കൊള്ളാലോ, ചേച്ചി കുഞ്ഞുടുപ്പ് തന്നെയാണല്ലേ. മോനോ മോൾക്കോ? ഏയ്, അങ്ങനൊന്നുമില്ല. രണ്ടായാലും ഉപയോഗിക്കാമല്ലോ. വെറുതെ സമയം പോവാൻ ചെയ്തു തുടങ്ങിയതാ. കൈത്തുനല്ലേ അമ്മു എന്റെ ഗുരു. ഓ, അവളാ ഈ വിധി എനിക്ക് കാണിച്ചു തന്നെ. എന്ത് നല്ല കുട്ടിയാ അമ്മു അല്ലേ? അവൾ സ്വാതിയുടെ അനിയത്തിയല്ലേ? അതെ, അവരൊരു മനസ്സും രണ്ട് ശരീരമാ. ഒരു ഭർത്താവും രണ്ടു ഭാര്യയാണുള്ളതെന്ന് എനിക്ക് അറിയില്ലെന്നാ വിചാരം. ചേച്ചി ഇത് കുടിക്കേ. എനിക്ക് പാല് തീരെ ഇഷ്ടമല്ല സുനന്ദേ. ഇപ്പോഴത്തെ ചേച്ചിയുടെ അവസ്ഥയിലേ ഇഷ്ടക്കേട് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. കുങ്കുമ പോയിട്ട് ഞാൻ കൊണ്ടുവന്നതേ ചേച്ചിക്ക് വേണ്ടിട്ടാ. എന്നാലേ അതവിടെ വെച്ചേക്ക്. പ്രസവ ശുശ്രൂഷ എടുത്ത് നിനക്ക് പരിചയമുണ്ടെന്നാണല്ലോ പറഞ്ഞത്. സത്യ ചേച്ചി, അത് ചേച്ചിയുടെ കാര്യങ്ങൾ ഇനി ഞാൻ നോക്കിക്കോളാം. ദിനേശേട്ടൻ വിളിച്ചപ്പോ അത് തന്നെയാ പറഞ്ഞത്. പുള്ളി വിദേശത്താണോ? അതെ. എന്തായാലും എന്റെ ഡെലിവറിക്ക് ആളിങ്ങെത്തും. ഇനി ചേച്ചിയുടെ ആൾക്ക് എത്താൻ കഴിഞ്ഞില്ലെങ്കിലും ചേച്ചിക്ക് തുണിയിട്ട് ഈ സുനന്ദ ഉണ്ടാവും. ഇന്നു മുതൽ ചേച്ചിയുടെ ഭക്ഷണം ഉൾപ്പെടെ എല്ലാം ഞാൻ ശ്രദ്ധിക്കാൻ പോവാ. എന്നോട് നീരസമൊന്നും തോന്നല്ലേ? എന്തിനു നീരസം? നീ വന്നത് നല്ല സമയത്താ. അമ്മു കല്യാണം കഴിഞ്ഞു പോയാ എന്റെ കാര്യം നോക്കാൻ വേറെ ആരാ ഇവിടെ ഉള്ളത്? നീ കൂടെ ഉണ്ടാവുന്നത് എനിക്ക് ആശ്വാസ. സഞ്ജു തരുന്നതിന് പുറമെ നിനക്ക് ഞാനൊരു ശമ്പളം കൂടി തരാം. അയ്യോ, അതൊന്നും വേണ്ട ചേച്ചി. നിങ്ങളൊക്കെ നല്ല ആളുകളാ. ഒരു സഹായം ആവശ്യമായ എപ്പോഴും ഈ വീട്ടിലേക്ക് ഓടി വരാന്ന് എനിക്കറിയാം. അത് ഞാനായി ഇല്ലാതാക്കില്ല. ആ ചേച്ചി, പാല് കുടിക്കാൻ മറക്കല്ലേ. ഞാൻ അങ്ങോട്ട് പോട്ടെ.
പിന്നെ നിന്റെ പേരെടുക്കലല്ലേ ഈ സുനന്ദയുടെ പണി. സഞ്ജു, ഗോവിന്ദ് നിന്നോട് കല്യാണ നിശ്ചയത്തിന്റെ കാര്യം എന്തെങ്കിലും സംസാരിച്ചിരുന്നോ? ഇനി ഗോവിന്ദിന്റെ ഐഡിയ എന്താണെന്ന് അറിയില്ലല്ലോ. ഇല്ലമ്മേ, ഗോവിന്ദ് ആ കാര്യമൊന്നും പറഞ്ഞില്ല. ഗോവിന്ദിന് മാത്രം ഒരു തീരുമാനം പറയാൻ പറ്റില്ലല്ലോ, വീട്ടുകാരുമായി ആലോചിക്കണ്ടേ. ഗോവിന്ദവരുമായി ആലോചിക്കട്ടെ, പക്ഷേ പെൺകുട്ടി നമ്മുടേതാ. അപ്പൊ നമ്മളാ അവരോട് അങ്ങോട്ട് ആലോചിക്കണ്ടേ. അച്ഛൻ പറഞ്ഞത് ശരിയാ. നമ്മൾ ഗോവിന്ദിന്റെ അച്ഛനെയും അമ്മയും വിളിച്ച് ഇക്കാര്യത്തെപ്പറ്റി സംസാരിക്കണം. അന്നെന്തായാലും വിവാഹ നിശ്ചയം മുടങ്ങി. അങ്ങനെ ഒരു ചടങ്ങ് വേണ്ടെന്നാ എന്റെ അഭിപ്രായം. ശരിയാ, നേരെ വിവാഹത്തിലേക്ക് പോകുന്നതാ നല്ലത്. ഇനി അത് അധികം വൈകിക്കേണ്ടെന്ന എന്റെ ഒരു അഭിപ്രായം. എന്തായാലും എന്റെ മോൻ ഗോവിന്ദനെ വിളിച്ച് ഇക്കാര്യത്തെപ്പറ്റി ഒന്ന് സംസാരിക്കേ. അവന്റെ തീരുമാനം എന്താന്നും കൂടി ഒന്ന് അറിയണ്ടേ. ഞാൻ ഗോവിന്ദനോട് സംസാരിക്കാമേ. ഗോവിന്ദ് നാളെ ഡിസ്ചാർജ് ആയി വരട്ടെ. എന്തായാലും ഗോവിന്ദിന്റെ വീട്ടുകാരുമായി ആലോചിച്ച് ഏറ്റവും അടുത്ത ദിവസം ഒരു മുഹൂർത്തം കുറിക്കണം. വിവാഹം ഇനി ഒട്ടും വൈകിക്കണ്ട. അച്ഛൻ പറഞ്ഞത് അതിന്റെ ശരി. ഹോസ്പിറ്റലിൽ നിന്ന് ഗോവിന്ദ് ഡിസ്ചാർജ് ആയ ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ തന്നെ ലച്ചുവിന്റെയും ഗോവിന്ദിന്റെയും വിവാഹം നടത്തണം. അപ്പോ അങ്ങനെ തന്നെ തീരുമാനിക്കാം. ശ്രീദേവി പറഞ്ഞതുപോലെ സഞ്ജു ഇന്ന് ഗോവിന്ദനെ ഒന്ന് കണ്ട് കല്യാണ കാര്യത്തിൽ ഒരു തീരുമാനം എത്രയും പെട്ടെന്നുണ്ടാവണം. ലച്ചുവിന് എന്തോ ഒരു വിഷമം പോലെ. എന്താ ഇനി മോളുടെ മനസ്സിൽ? ഇനി മോൾക്ക് ഗോവിന്ദുമായിട്ടുള്ള വിവാഹത്തിന് താല്പര്യം ഇല്ലാതായോ? ഈശ്വര, ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ. മോളെ, എന്താ മോളെ ഇവിടെ വന്നിരുന്ന് കരയാ?
എന്താ മോളെ നിന്റെ മനസ്സിൽ? പറയാൻ പറ്റുന്നതാണെങ്കിൽ എന്നോട് പറയൂ. അപ്പൊ കുറച്ച് വിഷമമൊക്കെ മാറുമല്ലോ. ചില ദുർനിമിത്തങ്ങളുണ്ടായി, നിശ്ചയം മുടങ്ങുകയും ചെയ്തു. അതൊന്നും കാര്യമാക്കാനില്ലെന്നേ. ഗോവിന്ദനിപ്പോ പ്രശ്നമൊന്നുമില്ലല്ലോ. ഗോവിന്ദന് ദൈവം കാത്തു, അതല്ലേ വലിയ കാര്യം. ഞാനിപ്പോ അതല്ല അമ്മേ ചിന്തിക്കുന്നത്. പിന്നെ എന്താ മോളെ നിന്റെ മനസ്സിലുള്ള?